എടാ നിന്നോട് ഇങ്ങനെയൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊരു മാതൃകാ പോലീസ് സ്റ്റേഷനാ. പ്രതികളുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഇനി പറ, നിന്നെ ഗരുഡത്തൂക്കം തൂക്കണോ അതോ ഒലക്കൊണ്ട് ഉരുട്ടണോ? അല്ല, രണ്ടും വേണ്ട സാറേ. പൊന്നു സാറേ, ഞാൻ പറയുന്നതൊക്കെ സത്യമാണ്. എടാ എന്നെ പോലെയല്ല സർക്കിൾ ഇൻസ്പെക്ടർ. ഇടി തുടങ്ങിയ പിന്നെ നിന്റെ പോസ്റ്റ്മോർട്ടം കഴിച്ചിട്ടേ നിർത്തുള്ളൂ. ചിരിക്കല്ല സാറ് തെറ്റിദ്ധരിച്ചാലും ഞാൻ കാര്യമാണല്ലോ. ഉണ്ടല്ലോ ഒന്നും ചെയ്യണില്ല. ശരി സൈതാലി, ഉള്ള സത്യം പറ. നിങ്ങളുടെ കൊള്ള സംഘത്തിൽ എത്ര പേരുണ്ട്? സത്യമാണ് സാറേ ഞാൻ പറഞ്ഞേ. ഞാൻ കൊള്ളയിലുമില്ല, സംഘത്തിലുമില്ല. അതൊക്കെ നിർത്തിയിട്ട് കാലം പോയി സാറേ. കള്ളം പറയരുത്. കള്ളന്മാര് കള്ളം പറഞ്ഞ ഞാൻ സഹിക്കില്ല. ഞാൻ സത്യമാണ് സാറേ പറയണേ. കള്ളപ്പണി മുഴുവൻ നിർത്തിയിട്ട് കുഞ്ഞുകുട്ടി പരാതിക്കാരനായിട്ട് മാനം മര്യാദയായിട്ട് ജീവിക്കാണ് സാറേ ഞാൻ. ഇനി അവനെ ഉപദ്രവിക്കരുത്. അവൻ പറയുന്നത് സത്യമാണെന്ന് എന്റെ മനസ്സ് മന്ത്രിക്കുന്നു. ആയിക്കോട്ടെ, ഒരു 5-6 അടി കൂടുതൽ കൊടുത്തു എന്ന് കരുതി പ്രശ്നമൊന്നുമില്ലല്ലോ. ഇടി എന്നുള്ളതിന്റെ പര്യായപരമായിട്ടാണ് ജനങ്ങൾ പോലീസിനെ കരുതുന്നത്. ആ ധാരണ അത്ര പെട്ടെന്ന് മാറ്റിയ ജനങ്ങൾ നമ്മളെ കയറി ഇടിച്ചെന്ന് വരും. അയ്യോ അതാ അബദ്ധ. അതാ പറഞ്ഞത്. സാറേ എവിടെയാ അവരെ ഇറങ്ങിയത്? തേവര പെറിന്റെ അവിടെ തെക്കോട്ട് മാറി ആ മുക്കിലാണ് ഇറക്കി വിട്ടത്. ഞാൻ പലതവണ സാറിനോട് പറഞ്ഞതാണ് ഏമാന്. അവിടുന്ന് പിന്നെ അവരെങ്ങോട്ടാ പോയേ? അതെനിക്ക് അറിഞ്ഞൂടാ. ഇറക്കി വിട്ട സ്ഥലം കൃത്യമായിട്ട് ഓർമ്മയുണ്ടോ? ആ, അത് ഓർമ്മയുണ്ട്. ഓക്കെ കുഞ്ഞിശോ സാർ, ആ ജീപ്പിന്റെ സ്റ്റാർട്ട് നമ്മൾ മാറി നോക്ക്. സാർ ഓടോ. ഇതെവിടെ നോക്കിയാണോ നടക്കുന്നത്? ഞാൻ ഈ നാട്ടുകാരനല്ല, അതുകൊണ്ട്. മുറുക, നീ പാക്കലി ഇടാ ഞാൻ നടക്കുന്നത്. ലൊടലൊടാണ് എങ്ങ പോയിട്ടാണ് ഇവിടെ തിരുട്ടപ്പെടുക. സോറി സാർ. കാലും പോച്ച് കാശും പോച്ച്.